ഇന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിക്കുന്ന ദിവസം. ഉയർത്തെഴുന്നേൽപ്പ് ഞായറാഴ്ച, ഈസ്റ്റർ സൺഡേ. ഇന്ന ദിവസം എൻ്റെ മനസ്സിൽ മുൻപൊരിക്കലും കടന്നു വന്നിട്ടില്ലാത്ത ഒരു ചോദ്യം, ഒരു പ്രശ്നം ഉദിച്ചത് നിങ്ങളുമായി പങ്കിടുന്നത് അർത്ഥവത്താകും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ പ്രശ്നം എന്താണ് എന്നത് സൂചിപ്പിക്കുന്നതിന് ഒരു സമകാലീന ഉദാഹരണത്തിൽ കൂടെ സമീപിക്കുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ സഹായകരം എന്ന് കരുതുന്നത് കൊണ്ട് ആ സമകാലീന സംഭവത്തെ ഞാനൊന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ്. നമുക്കേവർക്കും സുപരിചിതമായതുകൊണ്ട് ആ പ്രക്രിയ അനായാസം നിർവഹിക്കാവുന്നതുമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ ആണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയേക്കാൾ ശ്രദ്ധ അർഹിക്കുന്ന, അല്ലെങ്കിൽ ആരാധ്യനായ ഒരു വ്യക്തിയാണ് എന്ന ചിന്ത ഭാരതത്തിൽ അവിടെയും ഇവിടെയും നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബോധ്യമുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകമായി നാം ചിന്തിക്കേണ്ട കാര്യം, ഇത് അവിടെയും ഇവിടെയും നാം കേൾക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു തകിടം മറിച്ചിൽ, ഒരു അട്ടിമറി നടത്തുവാൻ സംഘടിതമായി ശ്രമിക്കുന്നത്, അതിന് താല്പര്യപ്പെടുന്നത് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെയുള്ള ഒരു ചിന്തയോ അന്വേഷണമോ ഭാരതത്തിലെങ്ങും നടക്കുന്നില്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഒട്ടുമയില്ല എന്നത് നാം പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു 25-30 വർഷം മുൻപ് വരെ ഗോഡ്സെ ആരാധ്യനാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അവന് വട്ടുണ്ട് എന്ന് മാത്രമേ ആളുകൾ ധരിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, അത് ശ്രദ്ധേയമായ ഒരു നിലപാടാണ് എന്ന് ചിന്തിച്ച് തുടങ്ങത്തക്കവണ്ണം നമ്മുടെ ഇടയിൽ, നമ്മുടെ രാജ്യത്ത് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും തമ്മിലുള്ള സാമ്യം എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള ബന്ധം എന്താണ് എന്ന് ന്യായമായ നിങ്ങൾ എന്നോട് ചോദിക്കും. ആ സാമ്യത്തെ ആസ്പദമാക്കി ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഈ ശ്രദ്ധേയമായ സംഭവത്തിൽ വളരെ വിപ്ലവാത്മകമായ ഒരു ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ബോധ്യമാകുവാൻ എനിക്ക് ഇടയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇപ്പോൾ ലോകത്തെമ്പാടും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മിപ്പിക്കുകയും അത് സംബന്ധമായ ധ്യാനത്തിന് നേതൃത്വം നൽകുകയും ആ പരിപാവനമായ ഓർമ്മയെ നിലനിർത്തുന്നതിന് വേണ്ടി നന്നേ അധ്വാനിക്കുകയും ചെയ്യുന്നത് മതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരാണ് എന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതിനോടനുബന്ധമായി തന്നെ നാം വളരെ കൃത്യമായി ഓർത്തിരിക്കേണ്ടത്, യേശുവിനെ കൊന്നതും മതത്തിൻ്റെ സംരക്ഷകരാണ്, മതമാഡംബികളാണ്. മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് യേശുവിനെ കൊന്നത്, അതിന് യാതൊരു സംശയവുമില്ല. യേശു മതത്തിൻ്റെ ഇരയാണ്, ആത്മീയതയുടെ രക്തസാക്ഷിയും മതത്തിൻ്റെ ഇരയുമാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെയും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആത്മീയമായ പൊരുളിനെയും മനസ്സിലാക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഞാനിപ്പോൾ നടത്തിയത്. അതായത് യേശു മതത്തിൻ്റെ ഇരയും ആത്മീയതയുടെ രക്തസാക്ഷിയുമാണ്. മഹാത്മാഗാന്ധി നാഥുറാം വിനായക് ഗോഡ്സെയുടെ ഇരയായിരുന്നു. മഹാത്മാഗാന്ധി സത്യത്തിൻ്റെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയും രക്തസാക്ഷിയായി. ഇവിടെ സംഭവിക്കുന്നത്, ഈസ്റ്റർ സംബന്ധമായ സാഹചര്യത്തിൽ സംഭവിച്ചത്, മഹാത്മാഗാന്ധിയുടെ ഓർമ്മ നിലനിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ മാഹാത്മ്യം ലോകത്തെ വിളിച്ചറിയിക്കുന്നതുമായ ദൗത്യത്തിൻ്റെ
പ്രധാന ചുമതല, കാർമ്മികത്വം ഗോഡ്സെ ഏറ്റെടുക്കുന്നത് പോലെയാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തെയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും പറ്റിയുള്ള സുവിശേഷം, നല്ല വാർത്ത, മനുഷ്യജാതിയുടെ പ്രത്യാശയുടെ നിദാനമായ ആ നല്ല വാർത്ത, അതിൻ്റെ 100% ഉത്തരവാദിത്വം തങ്ങൾക്ക് മാത്രമാണ് എന്ന അവകാശത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മതമാടമ്പികൾ തന്നെയാണ്. ആരാണോ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ കൊന്നേ അടങ്ങൂ, യേശുവിനെ കൊന്നാൽ മാത്രമേ ഞങ്ങളുടെ മതത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ, അവനെ കൊന്നൊടുക്കുന്നത് ഞങ്ങളുടെ ദൈവത്തോട് കാണിക്കുന്ന നീതിയാണ് എന്ന് വിചാരിച്ച് സർവ്വ ആയുധവർഗങ്ങളും ഉപയോഗിച്ച് അവനെതിരെ പൊരുതുകയും അവനെ നശിപ്പിക്കുകയും ചെയ്ത് അവരുടെ പിൻഗാമികളാണ് ഇപ്പോൾ വളരെ ഭയഭക്തിയോടുകൂടെ വികാരവിച്ഛുംഭിതരായി യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റിയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ലോകത്തോട് നിരന്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഇന്ന് യേശു വീണ്ടും വന്നിട്ട് അവൻ അന്ന് ആരംഭിച്ച് ക്രൂശിൽ അവസാനിപ്പിച്ച ആ ദൗത്യം പുനരാവിഷ്കരിച്ചാൽ ഇതേ മതമാടമ്പികൾ അവിടെ അപ്പനപ്പൂപ്പന്മാർ അന്ന് ചെയ്ത പണി ഇന്നും ആവർത്തിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ തരുണത്തിൽ ഞാൻ ഈ ആശയം പരിഗണിക്കുമ്പോൾ ഞാൻ ദീർഘനാളുകൾക്ക് മുൻപ് വായിച്ചൊരു പുസ്തകം എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ പുസ്തകം വായിക്കാവുന്നതാണ്. യാതൊരു പ്രയാസവുമില്ലാതെ നെറ്റിൽ നിന്ന് അതിൻ്റെ ഡിജിറ്റൽ ഫോം ഒരു 10 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. പുസ്തകത്തിൻ്റെ പേര് ഹെററ്റിക്സ് എന്നാണ്. ഹെററ്റിക്സ്, HERETICS, ഹെററ്റിക്സ് ബൈ G.K. ചെസ്റ്റർട്ടൺ. G.K. ചെസ്റ്റർട്ടൺ. അതിൽ അദ്ദേഹം പറയുന്നത്, മതത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ നല്ലത് തീയതായും തീയത് നല്ലതായും തോന്നും. മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നല്ലത് തീയതായും തീയത് നല്ലതായും തോന്നും. നിങ്ങൾക്കത് പ്രത്യേകമായി വായിക്കണമെങ്കിൽ ഹെറിറ്റിക്സ് എന്ന പുസ്തകത്തിലെ ഒരധ്യായമാണ് H.G. വെൽസ്. H.G. വെൽസിനെ പറ്റിയുള്ള ചാപ്റ്ററിൽ ഏതാണ്ട് അവസാന ഭാഗത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കൃത്യമായ വിവരം കിട്ടും. നല്ലത് തീയതായും തീയതിനെ നല്ലതായും കണക്കാക്കുന്ന ഒരു സ്വഭാവം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് മതത്തിലും വേണ്ടതുപോലെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയ സമയത്ത് ഓർക്കുകയാണ്. മതത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അന്നത്തെ മതമാടമ്പികൾ നോക്കിയപ്പോൾ അവരുടെ ചിന്തയിൽപ്പെടാവുന്ന ഏറ്റവും വലിയ തിന്മയാണ് യേശു. ഏറ്റവും വലിയ തിന്മ എന്താണെന്ന് ചോദിച്ചാൽ യേശുവാണ്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല നന്മ എന്താണ്? അവനെ കൊന്നൊടുക്കുക എന്നതാണ്. അങ്ങനെയുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെയാണ് നല്ല കാശ് ചെലവ് ചെയ്ത് 30 വെള്ളിക്കാശ് യൂദാസിൻ്റെ കയ്യിൽ എണ്ണിപ്പെറുക്കി കൊടുത്ത്, 30 വെള്ളിക്കാശ് ചെറിയ തുകയൊന്നുമല്ല, വലിയ തുകയുമല്ല, പക്ഷെ ചെറുതുമല്ല. പിന്നെ ഈ പ്രയാസമൊക്കെ ചെയ്ത് പിന്നെ പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാല് പിടിച്ച്, ഹെരോദിൻ്റെ കാല് പിടിച്ച്, കയ്യഫാവ് എന്ന് പറയുന്ന ആ മഹാപുരോഹിതൻ ഈ വലിയ നന്മ ചെയ്തത്. യേശുവിനെ കൊന്നൊടുക്കിയത് അന്നത്തെ മതമാടമ്പികളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയായി അവർ പരിഗണിച്ചത് കൊണ്ട് മാത്രമാണ് അവരത് ചെയ്തത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, സംഘടിതമായ മതത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഗോഡ്സെയുടെ കാഴ്ചപ്പാടിലാണ് എന്ന് നാം മറന്നു പോകരുത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം കേരളത്തിലെ മെത്രാന്മാർ സംഘപരിവാറിൻ്റെ കാല് പിടിക്കുന്നതാണ്
അവർക്ക് ഈ കാലത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ മതപരമായ ബുദ്ധി എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ചിന്ത എന്നെ നന്നായി അലട്ടുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിലേക്ക് നമ്മെ നയിക്കും എന്നതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതലായി ഈ തരുണത്തിൽ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ ക്രൂശീകരണം മതത്തിൻ്റെ നേട്ടമാണ്. മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് അവർക്ക് ലാക്കാക്കാവുന്നതും കൈവരിക്കാവുന്നതുമായ ഏറ്റവും വലിയ നന്മയും ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ ആശ്വാസവുമാണ്. എന്നിരിക്കെ എങ്ങനെയാണിപ്പോൾ അതേ ആളുകളുടെ പിൻഗാമികളായ ആളുകൾ മതത്തിൻ്റെ മേഖലയിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും ഇപ്രകാരം പ്രതിപാദിച്ചു കൊണ്ടേയിരിക്കുന്നത്, ഈ കഥ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഇതിനകത്തെ ആദ്യത്തെ പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ ഇതിനോട് അനുബന്ധമായൊരു പ്രശ്നമുണ്ട്. അതും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ സത്യസന്ധമായി വസ്തുതാപരമായി ഒന്ന് പരിഗണിച്ചാൽ മതത്തിന് മരണത്തോടാണ് ബന്ധം, ഉയർത്തെഴുന്നേൽപ്പിനോട് യാതൊരു ബന്ധവുമില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കുക, മതത്തിന് മരണത്തോട് ആത്മബന്ധവും അടുത്ത ബന്ധവും ഉയർത്തെഴുന്നേറ്റിനോട് വിരോധവുമാണ്. അതിന് വല്ല സംശയമുണ്ടോ? ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അല്പം ഒന്ന് പരിശോധിച്ചാൽ ഇത് പകൽ പോലെ സ്പഷ്ടമായി തീരും. യേശുവിനെ കൊന്നൊടുക്കുക എന്നതായിരുന്നു മതത്തിൻ്റെ താല്പര്യം. ഇന്നും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ജീവിത അവസ്ഥകളെപ്പറ്റി ചിന്തിക്കുകയോ അതിലെന്തെങ്കിലും ആശ്വാസമോ നന്മയോ വരണമെന്ന വിധത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സമീപനമോ കാഴ്ചപ്പാടോ സഭകൾക്കില്ല എന്നത് പ്രത്യേകിച്ച് ആരും നമ്മെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ വ്യക്തി അവഗണിക്കപ്പെട്ട് ഏകനായി അരിഷ്ടതയിൽ മരിച്ചു പോകുമ്പോൾ ആ ശവം സംസ്കരിക്കുന്നതിനുള്ള കുത്തക സഭയ്ക്കാണ്. ജീവിച്ചിരിക്കുമ്പോൾ അല്പം പോലും കരുതാത്ത ഒരു വ്യക്തിയെ അയാളുടെ ശവം ഞങ്ങളുടേതാണ്, ഞങ്ങൾ പറയുന്നത് പോലെ, ഞങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ, ഞങ്ങൾ പറയുന്ന വിധത്തിൽ അതടക്കം ചെയ്യണം, അതിൻ്റെ കുത്തക ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന സമീപനമേ ഇന്നും നിലവിലുള്ളൂ. എന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തത്? നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് വയോധികരായ ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും സാമ്പത്തികമായ ശേഷിയുള്ളവർ പോലും ഏകാന്തതയിലാണ്. അവരെ കരുതുവാൻ ആരുമില്ല. അവരുടെ ജീവിത അവസ്ഥയെപ്പറ്റി ചിന്തിക്കുവാൻ ആർക്ക് സമയമില്ല. അന്നേരം സഭകൾ എന്നാൽ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണിറുക്കി അടച്ചുകൊണ്ടാണ് അവർ ആളുകളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് തത്വപ്പെടുന്നത് എന്നത് നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് തിരിച്ചറിയാൻ അല്പം നട്ടെല്ല് വേണമെന്ന് മാത്രം. അതില്ലാത്തത് കൊണ്ട് നാം ഇങ്ങനെ സന്തോഷമായിട്ട് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങൾ 2000 വർഷത്തെ ചരിത്രം നോക്കിക്കൊള്ളൂ. സംഘടിതമായ സഭയ്ക്ക് മനുഷ്യൻ്റെ ജീവിതത്തോട് ബന്ധമില്ല, അവൻ്റെ ശവത്തോടാണ് ബന്ധം. അതുകൊണ്ട് തന്നെ ഈ യേശുവിൻ്റെ അനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ ഒടുക്കിയത്, അവനെ 33-ാമത്തെ വയസ്സിൽ കൊന്നത് മതത്തിൻ്റെ മാടമ്പികളാണ് എന്ന് മാത്രവുമല്ല, അവൻ ഇങ്ങനെ മരണശേഷം വീണ്ടും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും എന്ന ഒരു സാധ്യത ഉണ്ട് എന്ന് ഭയപ്പെട്ടിട്ട് അതൊരിക്കലും സംഭവിക്കാതിരിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം വളരെ അച്ചട്ടായി നിർവഹിച്ചതും അതേ മതമാടമ്പികളാണ്. അവനെ കൊന്നുവെന്ന് മാത്രമല്ല, അവനൊരിക്കലും തിരിച്ചു വരാതിരിക്കത്തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതും സഭകൾ തന്നെ, അന്നത്തെ മതമാടമ്പികൾ തന്നെയാണ്. എന്നാൽ അതേ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കൊട്ടിഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ
അതുകൊണ്ടാണ് ഞാൻ ഗോഡ്സെ മറന്നു പോകരുതെന്ന് പറഞ്ഞത്. ഗോഡ്സെ മഹാത്മാഗാന്ധിയുടെ മരണത്തെപ്പറ്റി ഏറ്റവും ഹൃദയം നുറുങ്ങി വികാരവിച്ഛുംബിതനായി നൂറ്റാണ്ടുകളായി പ്രസംഗിച്ച് നടന്നാൽ എന്ത് പറ്റും? അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വിരോധാഭാസം തിരിച്ചറിയുവാൻ നമുക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ല, അതിനുള്ള സ്വാതന്ത്ര്യവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഏവരോടും സാക്ഷീകരിക്കാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ അറിയണമെങ്കിൽ, അതിൽ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ പുനരുത്ഥാനം ഒരു സാധ്യതയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണമെങ്കിൽ മതം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം ആ സാധ്യതകളെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത ഒരു മത സംവിധാനത്തിലും ഉണ്ടാകുകയില്ല. യേശു എന്ന അത്ഭുത പ്രതിഭാസത്തെ ഉൾക്കൊള്ളുവാൻ ഇടമില്ലാത്തത് കൊണ്ടാണ് ആ മത സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ സംരക്ഷകർ അവനെ കൊന്നൊടുക്കണമെന്ന് തീരുമാനിച്ചു. സുവിശേഷം നമ്മെ അറിയിക്കുന്നത് പോലെ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം, യേശു ലാസറിനെ ഉയർപ്പിച്ചു എന്ന വാർത്ത പരന്നപ്പോഴാണ് അവനെ കൊന്നൊടുക്കേ മതിയാകൂ എന്ന് അന്നത്തെ പുരോഹിത വർഗം തീരുമാനിച്ചതെന്ന് നമുക്ക് വേദപുസ്തകം പരിചയമുണ്ടായിട്ടും എന്താണ് മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശത്രുക്കളാരാണ്? കുലശത്രുക്കളാരാണ്? പുരോഹിതരാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അവരാണിപ്പോൾ അതിൻ്റെ എക്സ്പേർട്സ്, അതിൻ്റെ കുത്തക അവകാശികൾ അവരാണ്. അത് പ്രസംഗിക്കാൻ ഏറ്റവും കൂടുതൽ ലൈസൻസ് അവരുടെ കയ്യിലാണ്. അവരാണ് എൻ്റെ മേലധികാരികൾ. ഈ ഒരു വിരോധാഭാസം നാം തിരിച്ചറിയണം. ആത്മാർത്ഥമായി ആധികാരികമായി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി സംസാരിപ്പാനോ സാക്ഷീകരിപ്പാനോ സംഘടിതമായ മതത്തിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന, അതിൻ്റെ സേവകരായി നിൽക്കുന്ന ആർക്കും ധാർമ്മികമായ അവകാശമില്ല. കാരണം അവരാണ് ഈ പാതകം ചെയ്തത്. എന്ന് മാത്രവുമല്ല, ഇന്നും അത് ആവർത്തിക്കപ്പെടും. യേശു അങ്ങ് ദൂരെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അവരുടെ കയ്യിൽ പെട്ടാൽ ഇന്നും അവർ കൊന്നുകളയും. ഇത് ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ബോധ്യമുണ്ടാകണമെങ്കിൽ പ്രസിദ്ധ റഷ്യൻ എഴുത്തുകാരനായിരുന്ന ഫേദോർ ദോസ്തോയെവ്സ്കിയുടെ ലോകപ്രസിദ്ധമായൊരു കഥയുണ്ട്, ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്നാണ്. അതും നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ടെടുത്ത് വായിക്കാവുന്നതാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കഥയാണ് ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ. അത് ഡോസ്റ്റോയെവ്സ്കിയുടെ പ്രധാനപ്പെട്ട നോവലായ ബ്രദേഴ്സ് കരമാസോവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കഥയാണ്. പക്ഷേ അത് ഒരു ഇൻഡിപെൻഡൻ്റ് കഥയായിട്ട് ലോക ചരിത്രം കണ്ടതിലെ ഏറ്റവും മഹത്തായ ആശയമേറിയ മേൽത്തരമായ ചെറുകഥ അതാണ് എന്നാണ് ലോകത്തിലുള്ള എല്ലാ നിരൂപകന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതുകൊണ്ട് അത് വായിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ 3/4 മണിക്കൂർ നീക്കി വെക്കുന്നത് വളരെ ലാഭകരം തന്നെയാണ്. ഞാനത് അനേക തവണ വായിച്ചിട്ടുണ്ട്. ഓരോ തവണ വായിക്കുമ്പോഴും അത്ഭുതം കൊണ്ട് എൻ്റെ മനസ്സ് നിറയുകയാണ്. അവിടെ അദ്ദേഹം പറയുന്നത്, ഡോസ്റ്റോയെവ്സ്കി പറയുന്നത്, യേശുവിനോട് അന്നത്തെ കർദിനാള് 16-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ സിവായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് യേശു വീണ്ടും വന്നു. അവനെ കർദിനാളിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് വിചാരണ ചെയ്യുമ്പോൾ അവനോട് പറയുന്നത്, നീ മിണ്ടിപ്പോകരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. അതാണ് അവസ്ഥ. കാരണം ജീവനുള്ളവൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ മരിച്ചുപോയ മ്യൂസിയത്തിലിരിക്കുന്ന ഉണങ്ങിയ എല്ല് കഷ്ണങ്ങളെ പോലെയുള്ള സഭകൾക്ക് ഒരിക്കലും സാധ്യമല്ല. അതൊരു ചരിത്ര സത്യം തന്നെയാണ്. ഇന്നും യേശുവിൻ്റെ വചനങ്ങൾ, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ആരെങ്കിലും സഭയുടെ ഉള്ളിൽ പ്രസ്താവിച്ചാൽ അവൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു സഭയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇന്ന സഭയിൽ യേശുവിൻ്റെ പഠിപ്പീരുകൾ, യേശുവിൻ്റെ ആദർശങ്ങൾ അവൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് സഭയുടെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും കരുപ്പിടിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു സഭ. ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബ സഭയിലെ തർക്കത്തിൽ തന്നെ യേശു പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അത് ഒരു സെക്കൻഡ് സമ്മതിക്കാനോ അത് പൊറുക്കുവാനോ സഹിക്കുവാനോ ഉള്ള കഴിവ് ഈ രണ്ട് സഭകൾക്കും ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഏതെങ്കിലും സഭയ്ക്കുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്?
അപ്പോൾ ഇത് നമ്മുടെ അവസ്ഥയാണ്. പക്ഷേ അതേ സഭകളാണ് യേശുവിൻ്റെ ക്രൂശാരോഹണത്തെയും അവൻ്റെ ഉയർപ്പിനെയും പറ്റി വാചാലമായി സംസാരിക്കുന്നത് എന്നത് ഏറ്റവും വലിയ വിരോധാഭാസമാണ്. അത് നാം തിരിച്ചറിയണം. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ആത്മാർത്ഥമായി വിശ്വസിക്കണമെങ്കിൽ മതത്തിൻ്റെ മേഖലയെ അതിജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യാതൊരു സംശയം എൻ്റെ മനസ്സിൽ ഇന്ന് അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2025 ഈസ്റ്റർ അർത്ഥവത്തായ ഒരു ഈസ്റ്ററായി ഏവർക്കും അനുഭവപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.